അതിന്റെ ഇടയ്ക്ക് സിദ്ദിഖേട്ടൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം സ്റ്റേജിൽ പറഞ്ഞു. കേക്കട്ട് നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ മനസ്സിലായില്ലല്ലേ? എന്റെ പൊന്നു ദൈവമേ, അങ്ങനെ ശ്വേതയെ വിളിപ്പിക്കാൻ വേണ്ടി അണ്ണനും വന്നല്ലോ. ചേട്ടൻ പറയുന്ന നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. പുറത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പുറത്ത് പറയുന്ന ആളുകളെ ഈ കമ്മിറ്റി ചുമന്നുകൊണ്ട് പോകാൻ പാടില്ല. അഭിമാൻ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പുറത്ത് ചർച്ച ചെയ്യണ എത്ര പേര് ഇന്ന് പുറത്താക്കണം? ലക്ഷ്മിപ്രിയ പുറത്താക്കണം, നീന കുറുപ്പിനെ പുറത്താക്കണം, മാല പാർവതിയെ പുറത്താക്കണം. അതെങ്ങനെയാ ചേട്ടാ? ബാക്കി എല്ലാവരും പുറത്ത്, ഫേസ്ബുക്കിലും മീഡിയയിലും പുറമേ പറഞ്ഞവരും മീറ്റിങ്ങിലൊന്നും പറയാത്തവരെ ശ്വേതയെ പുറത്താക്കട്ടെ? ഓ, നിങ്ങളെല്ലാം ഒറ്റക്കെട്ട. ഓക്കെ 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 ഓക്കെ. ഇനി നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിക്കേ. പക്ഷേ ഇവർ തീരുമാനം എടുത്തു വന്നിരിക്കുന്നത് അസാവകാശം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ സംസാരം വേണ്ട, നിങ്ങൾ രാജിവെച്ച് പുറത്തു പോകണം. അങ്ങനെയൊക്കെ പറ്റുമോ? നിങ്ങളൊരു 35 ഡേയ്സ് നമുക്ക് സമയം തരിക. ഇതിൻ്റെ അകത്ത് 5 പൈസ ആരും എടുത്തിട്ടില്ല. ആ സമയത്ത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് വന്ന് പറയണേ കണക്കിൽ പെശകുണ്ട്. അത് കഴിഞ്ഞ് ഈ അവിശ്വാസത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പറയണം എല്ലാം കൈവിട്ടു. അപ്പോൾ ഈ ലീഗൽ അഡ്വൈസറുമായിട്ട് ഇവർക്ക് നേരത്തെ ധാരണ ഉണ്ടാവുക, ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ട് നേരത്തെ ധാരണ ഉണ്ടാവും. ഒരു 6-7 മണിക്കൂർ ഈ പ്രസിഡന്റ് ഫൈറ്റ് ചെയ്തൊക്കെ നിന്ന് നോക്കി. അവസാനം ശ്വേതയെ മാനസികമായി തകർക്കുന്നതിന് വേണ്ടി ബാബു കയറിയിട്ട് പറഞ്ഞു, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി 3-4 സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ശ്വേത വാങ്ങി. ശ്വേതയുടെ കൺട്രോൾ പോയി. ശ്വേത ചാടി എനിക്ക് അപ്പഴേ ഞാൻ റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. സംശയമൊന്നുമില്ലല്ലേ? ആ, ചാർട്ടേഡ് അക്കൗണ്ട് കള്ളൻ, വക്കീൽ അവരുടെ കൂടെ, സത്യം പറഞ്ഞവരൊക്കെ കള്ളന്മാര്. അതായത് കള്ളക്കണക്ക് തുറന്നു പറഞ്ഞവര് കള്ളന്മാരും കള്ളന്മാരാന്ന് പറഞ്ഞവരെല്ലാം നല്ലതും. അതാണോ ചേട്ടൻ പറയുന്നത്? ലക്ഷ്മി പ്രിയ, ഇപ്പൊ നടി ഈ ചേട്ടൻ, എല്ലാവരും വന്ന് പരിഭവം പറയുന്ന ഈ ചാനലിനോടാണല്ലോ. എന്താണ് ഈ ചാനലിനോട് ഒരു പ്രത്യേക ഇഷ്ടം? പിന്നെതാ ഇതൊന്നും നിങ്ങൾ കണ്ടു നോക്കിക്കേ. അതിന്റെ ഇടയ്ക്ക് സിദ്ദിഖേട്ടൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം സ്റ്റേജിൽ പറഞ്ഞു. ഈ വൃത്തികെട്ട പരിപാടിക്ക് മമ്മൂക്ക വരില്ല എന്ന്. അതൊരു സത്യം മാത്രം. മമ്മൂക്ക അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? എന്ത് കാര്യമായാൽ വേറൊരാളുടെ പേര് പറഞ്ഞൊരു കാര്യം പ്രസന്റ് ചെയ്യണം. ശരി, പിന്നെ മമ്മൂക്കായ്ക്ക് ചാണകത്തിൽ കൈയിട്ടിട്ട് വേണ്ടേ പുള്ളിക്കാരന്? എന്തായാലും പുള്ളിയുടെ ടോട്ടൽ ന്യൂസ് കണ്ടപ്പോ, അതായത് ഈ ടോട്ടൽ പ്രോഗ്രാം കണ്ടപ്പോ എനിക്കിതാണ്ട് ഈ സീനാ ഓർമ്മ. வணக்கம், ஊரு கோயம்புத்தூர், உங்களை பாக்குறதுக்காக வந்திருக்கேன். ആരുടെ കൊട്ടേഷൻ ആടാ ഇത്? அடேங்கப்பா, நீ பிரமாதமான ஆளு. பிசினஸ் சீக்ரெட்டை சொல்லக்கூடாது. முடிக்கட்டுமா?